മന്ദസ്മേരാഭമാണെങ്കിലും ഒരു കനലിൻ ചൂടെഴും പ്രൗഢഭാവം സ്വന്തം നാടിൻ്റെ മുന്നിൽ പലവുരു പ്രകടിപ്പിച്ച സിംഹപ്രഭാവം ചെന്നെത്തുന്നിടമെല്ലാം മഹിതധിഷണയാൽ കീഴടക്കും സ്വഭാവം മന്നത്താചാര്യ പാദസ്മരണപുളകമായി പൂത്തിറങ്ങട്ടെ നമ്മിൽ. അഭിവന്ദനം അഭിവന്ദനം ആചാര്യസ്മരണയ്ക്കടിയങ്ങടെ അഭിവന്ദന നറുപുഷ്പതലങ്ങൾ. അഭിവന്ദനം അഭിവന്ദനം ആചാര്യസ്മരണയ്ക്കടിയങ്ങടെ അഭിവന്ദന നറുപുഷ്പതലങ്ങൾ നറുപുഷ്പതലങ്ങൾ. അവിരാമസമുദ്ധാരണയത്നങ്ങൾ കൊണ്ടും അകളങ്കത്യാഗത്തിൻ സ്ഫുരണങ്ങൾ കൊണ്ടും അവിരാമസമുദ്ധാരണയത്നങ്ങൾ കൊണ്ടും അകളങ്കത്യാഗത്തിൻ സ്ഫുരണങ്ങൾ കൊണ്ടും അലസതൻ സുഖനിദ്രയിലാറാടിയ നായർക്കവിടുത്തെ ജീവിതമൊരു മാതൃകയായി തീർന്നു. അലസതൻ സുഖനിദ്രയിലാറാടിയ നായർക്കവിടുത്തെ ജീവിതമൊരു മാതൃകയായി തീർന്നു. അഭിവന്ദനം അഭിവന്ദനം ആചാര്യസ്മരണയ്ക്കടിയങ്ങടെ അഭിവന്ദന നറുപുഷ്പതലങ്ങൾ നറുപുഷ്പതലങ്ങൾ. ശ്രീ രാജഗോപാലൻ, മേഖലാ കൺവീനർ ശ്രീ PC ജയപ്രകാശ്, വാർഡ് മെമ്പർ GO ജോബി, വനിതാ യൂണിയൻ പ്രസിഡന്റ് ശ്രീമതി അഡ്വക്കേറ്റ് കാസിനാര, കോവിഡ് യൂത്ത് ചെയർമാൻ ശ്രീ MP ജോർജ്, നമുക്കേവർക്കും സ്വാഗതം ആശംസിച്ച ശ്രീ സന്ദീപ്, ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള പ്രതിനിധിസഭാ മെമ്പർ ശ്രീ ദിലീപ്, അനീഷ്, നാരായണൻ ചേട്ടനടക്കമുള്ള യൂണിയൻ കമ്മിറ്റി മെമ്പേഴ്സ്, പഞ്ചായത്ത് കമ്മിറ്റി മെമ്പേഴ്സ്, സമീപ കരയോഗ ഭാരവാഹികൾ, പ്രിയമുള്ള നാട്ടുകാർ, കരയോഗാംഗങ്ങൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളെ ഞാനിവിടെ അഭിസംബോധന ചെയ്യുന്നത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, യൂണിയന്റെ കണക്കുകൾ പ്രകാരം ഇവിടെ 15 കുടുംബങ്ങൾ മാത്രമാണുള്ളത്. ആ 15 കുടുംബങ്ങളെ കൊണ്ട് ഇപ്രകാരം ഒരു
കരയോഗ മന്ദിരം പണി കഴിപ്പിക്കുവാൻ സാധിച്ചു എന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരുടെയും വിശിഷ്യ നിങ്ങളുടെ പ്രസിഡന്റ് ശ്രീ മണിയുടെയും അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് നായർ സർവീസ് സൊസൈറ്റി പൂർണ്ണമായും മനസ്സിലാക്കുന്നു. ഈ അവസരത്തിൽ നിങ്ങളെ മുക്തകണ്ഠം അഭിനന്ദിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ ഏകദേശം 6000-ഓളം വരുന്ന കരയോഗങ്ങളാണുള്ളത്. അതിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് കരയോഗത്തിന് ഒരു ആസ്ഥാന മന്ദിരം എല്ലാ കരയോഗങ്ങൾക്കും ഉണ്ടാവണം എന്നത് തന്നെയാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്നിപ്പോൾ കരയോഗ മന്ദിരം സ്വന്തമായി ആർജിക്കുന്ന കരയോഗം എന്ന ഖ്യാതി കൂടി നിങ്ങളുടെ 55-19 കൊടുവേലിപ്പടി NS കരയോഗത്തിന് പ്രാപ്യമായിരിക്കുകയാണ്. അതിലേക്ക് ശ്രീ ജോർജിനെ പോലെയുള്ള മഹാമനസ്കരുടെ സഹായം നമ്മൾ തികച്ചും ആത്മാർത്ഥതയോടുകൂടി അതിനെ കാണേണ്ടതാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ പലരുടെയും സംശയം നായർ സർവീസ് സൊസൈറ്റി ഒരു സാമുദായിക സംഘടന മാത്രമാണെന്നാണ്. പക്ഷെ നമ്മൾ അവിടെ അടിവരയിട്ട് പറയുന്ന ഒരു സംഗതി ഇതര മതസ്ഥർക്ക് ദോഷം വരാത്ത രീതിയിൽ മാത്രമായിരിക്കണം നമ്മുടെ പ്രവർത്തനമെന്നാണ്. ഒരു കാരണവശാലും ഇതര മതസ്ഥർക്ക് ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവാതെ, എന്നാൽ അനിവാര്യതയുടെ പേരിൽ നായർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ ഒത്തുകൂടുന്നു. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ മറ്റ് മതസ്ഥരെല്ലാവരും തന്നെ അവരുടേതായ സംഘടനകൾ രൂപീകരിച്ച് പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ നായർ സമുദായം അതല്ല, ഞങ്ങൾക്ക് സംഘടന വേണ്ട എന്ന് ആരോപിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് മാത്രമാണ് ഇതുപോലുള്ള സംഘടനകൾ വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ അടുത്ത കാലത്ത് ഒരുപക്ഷെ എന്നിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംഗതി ഉണ്ടാവും. നമ്മളുടെ സഹോദര സംഘടനയായ SNDPയും നായർ സർവീസ് സൊസൈറ്റിയും തമ്മിൽ കൈകോർക്കുന്നു എന്ന പത്രപ്രസ്താവനകളും അതോടൊപ്പം തന്നെ സാമൂഹ്യ സോഷ്യൽ മീഡിയകളിൽ ഉണ്ടാക്കുന്ന ആക്രമണങ്ങളും എനിക്ക് മനസ്സിലാവുന്നില്ല. നായർ സർവീസ് സൊസൈറ്റിയും SNDPയും തമ്മിൽ ആശയപരമായി യോജിച്ചതുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടാണ് ഇതര രാഷ്ട്രീയ പാർട്ടികൾക്കോ മറ്റ് സംഘടനകൾക്കോ ഉണ്ടാവുന്നത് എന്നത് നിങ്ങൾ ആലോചിക്കേണ്ട വിഷയമാണ്. നായർ സർവീസ് സൊസൈറ്റി SNDPയുമായിട്ട് നമ്മൾ യോജിച്ച് ലയിക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. നമുക്ക് ആവശ്യം വരുന്ന ഘട്ടങ്ങളിൽ ഇരു കൂട്ടർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത കാര്യങ്ങളിൽ പരസ്പരം യോജിച്ച് നീങ്ങുക എന്നത് മാത്രമേ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം SNDPയുടെ ബോർഡ് യോഗം കൂടിയിട്ട് അവിടെ നിന്നും വൈസ് പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി നമ്മളുടെ ഓഫീസിൽ വരികയും ഇതേ സംബന്ധിച്ച് ആലോചിക്കണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ രാവിലെ 11 മണിക്ക് നായർ സർവീസ് സൊസൈറ്റിയുടെ ബോർഡ് യോഗം വിളിച്ചിരിക്കുകയാണ്. അവിടെ നമ്മൾ എടുക്കാൻ പോകുന്ന തീരുമാനം മറ്റൊന്നുമില്ല. നമ്മൾ അവരോട് യോജിക്കാവുന്ന വിഷയങ്ങളിൽ യോജിച്ച് മുമ്പോട്ട് പോവുക എന്നത് മാത്രം. അവിടെ പലർക്കും സംശയമുള്ള ഒരു വിഷയം സംവരണത്തെ സംബന്ധിച്ചാണ്. SNDP സാമുദായിക സംവരണം വേണം എന്ന് പറയുമ്പോൾ നായർ സർവീസ് സൊസൈറ്റി സാമ്പത്തിക സംവരണം വേണമെന്ന് പറയുന്നു. അത് യോജിച്ചു പോകുവാൻ സാധിക്കുമോ എന്നതാണ് പ്രധാനമായും എല്ലാവരുടെയും സംശയം.
അതിനെ സംബന്ധിച്ച് നമ്മുടെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ സാറ് വ്യക്തമായ ഉത്തരം നൽകി കഴിഞ്ഞു. ഇപ്പോഴത്തെ അവസ്ഥയിൽ 50% സാമുദായിക സംവരണമുണ്ട്, 10% സാമ്പത്തിക സംവരണവുമുണ്ട്. ഇനിയും ഒരു കാരണവശാലും ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇതിൽ നിന്ന് മാറ്റവും അടുത്ത കാലത്തെങ്ങും വരുത്താൻ സാധിക്കില്ല. കാരണം ഓരോ കാലഘട്ടത്തിലും വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് ഒരു കാരണവശാലും ഈ സാമുദായിക സംവരണമായിക്കോട്ടെ സാമ്പത്തിക സംവരണമായിക്കോട്ടെ കൊടുത്തു കഴിഞ്ഞത് മാറ്റാൻ സാധിക്കില്ല. അതെന്തായാലും തുടരുകയും ചെയ്യും. അതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ഈ സംവരണം കൊണ്ട് ജോലി സാധ്യതയിൽ അത്ര വലിയ വ്യത്യാസം വരുന്നുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ ധരിക്കും സംവരണം മൂലം നമുക്ക് ആർക്കും ഒരു ജോലിയും കിട്ടാത്ത അവസ്ഥ ഉണ്ടാവില്ലേ എന്ന്. അതിനെപ്പറ്റി നായർ സർവീസ് സൊസൈറ്റി വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ വർക്കിംഗ് ക്ലാസ് എന്ന് പറയുന്നത് 100%, അതായത് 100% വർക്കിംഗ് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്ന സ്വയം തൊഴിലോ അല്ലെങ്കിൽ പ്രൊഫഷനോ അല്ലാതെ ജോലിക്ക് പോകുന്ന ക്ലാസ് പൂർണ്ണമായും നമ്മൾ എടുത്താൽ ആ ക്ലാസ്സിൽ 6% മാത്രമാണ് കേരള ഗവൺമെന്റ് സർവീസിലും സെൻട്രൽ ഗവൺമെന്റ് സർവീസിലുമായി പോകുന്നത്. 6%. അതുപോലെ തന്നെ 4% മാത്രമാണ് പബ്ലിക് സെക്ടർ ജോബ്. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ വർക്കിംഗ് ക്ലാസിന്റെ 10% മാത്രമേ സംവരണം അപ്ലൈബിളാവുന്നുള്ളൂ. ബാക്കി 90% ഓപ്പൺ മെറിറ്റാണ്. അപ്പൊ നമ്മളുടെ കുട്ടികൾക്ക് എന്തുകൊണ്ട് അതിൽ കയറിക്കൂടാൻ പറ്റില്ല? ഒരു സംശയമില്ല. അതുപോലെ ഒന്നും ചിന്തിക്കാതെയല്ല ഞാൻ പറഞ്ഞത്. എന്തിനെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നും എന്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ചേഞ്ച് വരാൻ. അതിനുള്ള കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, സാമ്പത്തിക സംവരണവും സാമുദായിക സംവരണവും ഒരു സ്റ്റാഗ്നേഷനിൽ വന്ന് നിൽക്കുകയാണ്. അതിൽ വലിയ മാറ്റമൊന്നും പെട്ടെന്ന് ഉണ്ടാവാൻ സാധിക്കില്ല. അതിനുവേണ്ടിയുള്ള കേസുകളൊന്നും ആരും പിൻവലിക്കുന്നില്ല. ആ കേസുകളൊക്കെ ഇവിടെ നിലനിൽപ്പുണ്ട്. പിന്നെ നമ്മൾ അതിന്റെ അരിത്തമെറ്റിക് നോക്കിയാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതുപോലുള്ള കൃത്യമായ കാഴ്ചപ്പാടോടുകൂടിയാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് മാത്രം അടിവരയിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വേല ഉപയോഗിക്കുന്നത്. ഇനിയും ഒരുപാട് പ്രാസംഗികരുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ ഈ ഔപചാരിക മീറ്റിങ്ങും അതുപോലെ തന്നെ കരയോഗ മന്ദിരത്തിന്റെ ഉദ്ഘാടനവും ഔപചാരികമായി നിർവഹിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. യോഗാധ്യക്ഷനും ഈ കരയോഗത്തിന്റെ പ്രസിഡന്റുമായ മണിച്ചേട്ടൻ, യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത NSS ഡയറക്ടർ ബോർഡ് മെമ്പറും കുന്നത്തനാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ ശ്രീ സുകുമാർ സാർ, കുന്നത്തനാട് താലൂക്ക് യൂണിയന്റെ സെക്രട്ടറി ശ്രീ രാജഗോപാൽ അവർകൾ, നമുക്ക് സ്വാഗതം ആശംസിച്ച കരയോഗത്തിന്റെ സെക്രട്ടറി ശ്രീ സന്ദീപ്, മേഖലാ കൺവീനർ ശ്രീ ജയപ്രകാശ് അവർകൾ, വനിതാ യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രേഖ സി നായർ, ഈ വാർഡിലെ മെമ്പർ ശ്രീമതി ജിയോ ജോബി, ഈ നാടിന്റെ സ്പന്ദനമായ പവിഴം ഗ്രൂപ്പിന്റെ ചെയർമാൻ ശ്രീ ജോർജേട്ടൻ, മറ്റു യൂണിയന്റെ ഭരണസമിതി അംഗങ്ങൾ, പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ, കരയോഗത്തിന്റെ ഭരണസമിതി അംഗങ്ങൾ, വനിതാ സമാജം പ്രസിഡന്റ് സെക്രട്ടറി ഭരണസമിതി അംഗങ്ങൾ, സമീപ കരയോഗങ്ങളിലെ ഭാരവാഹികൾ, സ്നേഹസമ്പന്നരായ പ്രിയപ്പെട്ട കരയോഗ വനിതാ സമാജ അംഗങ്ങളെ എല്ലാവർക്കും നമസ്കാരം.
നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നവരാണ്. സ്വപ്നം കാണാത്തതായി ആരും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ കാണുന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുന്നവർ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്തണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള പ്രയാണത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട്. പക്ഷേ ഈ സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. ആ സന്തോഷമാണ് ഇന്നിവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ മണിച്ചേട്ടൻ ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തിയപ്പോൾ ഞാൻ കണ്ടത്. ആ കാര്യത്തിൽ ഈ ഇത്രയും മനോഹരമായ ഒരു കെട്ടിടം പണിയാനായിട്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ നിന്ന ഭരണസമിതി അംഗങ്ങളും വനിതാ സമാജം ഭരണസമിതി അംഗങ്ങളും കരയോഗാംഗങ്ങളും കാണിച്ച ആ ഒരു ആർജവം ഈ 99 കരയോഗങ്ങൾക്കും മാതൃകയാണ്. അതുകൊണ്ട് മണിച്ചേട്ടൻ അടക്കമുള്ള ഈ നേതൃത്വത്തെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഏറ്റവും കുറച്ച് കുടുംബങ്ങളുള്ള കരയോഗം അത് കൊടുവേലിപ്പടി കരയോഗമാണ്. 99 കരയോഗങ്ങളിലും ഏറ്റവും കുറച്ച് അംഗങ്ങളുള്ള കരയോഗം അത് കൊടുവേലിപ്പടി കരയോഗമാണ്. പക്ഷേ ഇന്നിപ്പോ 99 കരയോഗങ്ങളുടെയും ആ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും പ്രവർത്തന മേഖലയിൽ ഏറ്റവും ശുഷ്കമായ സമയം കൊണ്ട് സ്വന്തമായ ഒരു കെട്ടിടം നിർമ്മിക്കാനായിട്ട് സാധിച്ച ഈ കൊടുവേലിപ്പടി കരയോഗത്തിന്റെ പ്രവർത്തകർ, അതായത് കരയോഗ അംഗങ്ങൾ, അവരുടെ ആ മാനസികാവസ്ഥയെ ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനിയും നമുക്ക് പല രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. മണിച്ചേട്ടൻ പല സമയത്തും ഇപ്പോൾ അദ്ദേഹത്തിന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ യൂണിയനോട് നന്ദി പറഞ്ഞു. അദ്ദേഹത്തെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ എടുത്തതിനാണ് നന്ദി പറഞ്ഞത്. പക്ഷേ കഴിഞ്ഞ ഒരു 4-5 മാസം മുൻപ് താലൂക്ക് യൂണിയന്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എന്നെയും അംഗമാക്കണമെന്നും ഞങ്ങളുടെ കരയോഗത്തിന് പ്രാതിനിധ്യം വേണമെന്നും പറഞ്ഞ് ഈ 99 കരയോഗങ്ങളിൽ ഏതാണ്ട് 30ഓളം കരയോഗങ്ങൾ 30 മേലിൽ അംഗങ്ങൾ താലൂക്ക് യൂണിയൻ പ്രസിഡന്റിന്റെ അടുത്ത് അപേക്ഷയുമായിട്ട് വന്നു, റിക്വസ്റ്റ് ആയിട്ട് വന്നു. പക്ഷെ നമ്മൾ ഈ ഒരു കൊച്ചു കരയോഗത്തിലെ ഈ ഒരു കുറച്ച് കുടുംബങ്ങളുള്ള കരയോഗത്തിലെ മണിച്ചേട്ടനെ ഈ കരയോഗത്തിൽ നിന്ന് ആരും ഒരു അപേക്ഷയുമായി വന്നില്ല. മണിച്ചേട്ടൻ എന്നെ എടുക്കണമെന്ന് ഇന്നുവരെ ആഗ്രഹിച്ചിട്ടുമില്ല, ഞങ്ങളോട് പറഞ്ഞിട്ടുമില്ല. പക്ഷേ മണിച്ചേട്ടന്റെ പ്രവർത്തനം, ഈ കരയോഗത്തിൽ ചെയ്യുന്ന പ്രവർത്തനം ഞങ്ങൾ അറിഞ്ഞ് ശ്രീശൻ സാറിന് ഞങ്ങളായിട്ട് ആലോചിച്ച് മണിച്ചേട്ടനെ ഇത്തവണ നമുക്ക് നമ്മുടെ യൂണിയൻ ഭരണസമിതിയിൽ അല്ലെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കുറച്ച് ആൾക്കാരായിട്ട് സംസാരിച്ചപ്പോൾ ആർക്കും അതിൽ എതിർപ്പുണ്ടായില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ അംഗീകാരമായിട്ടാണ് അദ്ദേഹത്തെ നമ്മൾ താലൂക്ക് യൂണിയനിൽ അടക്കമുള്ള പഞ്ചായത്ത് കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുത്തത്. അതും ഈ കരയോഗത്തിനുള്ള അംഗീകാരമാണ്, അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിനുള്ള മികവിന്റെ അംഗീകാരമാണ്. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന കരയോഗാംഗങ്ങളെയും ഭാരവാഹികളെയുമാണ് മന്നത്താചാര്യൻ അദ്ദേഹത്തിന്റെ കരയോഗ പ്രവർത്തനത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന കരയോഗങ്ങളായിരിക്കും അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കരയോഗത്തിന്റെ ആ ഒരു സങ്കല്പത്തിലെ യഥാർത്ഥ കരയോഗ പ്രവർത്തനം. ഇന്നിപ്പോൾ ഇവിടെ കുറച്ച് അംഗങ്ങളുള്ളൂവെങ്കിലും നമുക്ക് ആവശ്യമുണ്ട് വലിയ കരയോഗങ്ങളും തമ്മിത്തല്ലും അതുപോലെയുള്ള പിണക്കങ്ങളും അല്ല ആവശ്യം. ചെറിയ കരയോഗങ്ങളാണെങ്കിൽ പോലും എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ്, എല്ലാവരെയും ഒത്തൊരുമിച്ച് ഒരേ രീതിയിൽ ഒരേ ദിശയിൽ കൊണ്ടുപോകാനുള്ള ഒരു ആർജവം, അതാണ് നമുക്ക് ആവശ്യം. ഇപ്പോൾ ഈ കരയോഗത്തിനോട് ചേർന്ന് തന്നെ ഒരു ക്ഷേത്രമുണ്ട്. മിക്കവാറും ഈ ക്ഷേത്രത്തിന്റെ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഞാൻ അന്വേഷിച്ചപ്പോൾ നമ്മുടെ നായർ സർവീസ് സൊസൈറ്റിയിലെ അംഗങ്ങൾ തന്നെയാണ്, ഈ കരയോഗത്തിലെ അംഗങ്ങൾ തന്നെയാണ്. അപ്പോൾ കരയോഗത്തിനോട് മന്നത്താചാര്യം പറഞ്ഞ പോലെ ഏതൊരു ക്ഷേത്രമുണ്ടോ അവിടെ ഒരു കരയോഗമുണ്ടാകും. അതുപോലെ തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ അടുത്തും നല്ലൊരു കെട്ടിടം നമ്മുടെ കരയോഗത്തിനുണ്ട്. ഇനി ക്ഷേത്രത്തിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ കരയോഗത്തിന്റെ കാര്യങ്ങളും ഭംഗിയായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് കരയോഗത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കരയോഗത്തിന്റെ ഒരു മണിച്ചേട്ടന്റെ ഒരു സ്വപ്നമായിരുന്നു ഈ കരയോഗത്തിൽ ഒരു കെട്ടിടം ഉണ്ടാക്കുക എന്നുള്ളത്. ആ സ്വപ്നം യാഥാർത്ഥ്യമായി. ഇന്നിപ്പോൾ സാധാരണ ഒരു കരയോഗത്തിന്റെ ഒരു പരിപാടിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊരു 5-6 പേരാണ് പങ്കെടുക്കാറുള്ളത്. ഓരോരുത്തരും ഓരോ രീതിയിലുള്ള അസൗകര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ യാഥാർത്ഥ്യമായിട്ടുള്ള അസൗകര്യങ്ങൾ പറഞ്ഞ് ഓരോ കാര്യങ്ങൾക്ക് പോവുകയാണ്. പക്ഷേ മണിച്ചേട്ടന്റെ വിളി കേട്ട് കഴിഞ്ഞാൽ
മണിച്ചേട്ടന്റെ സ്വന്തം മകന്റെ കല്യാണത്തിന് പോലും ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത്ര കാര്യമായിട്ടാണ് മണിച്ചേട്ടൻ ഞങ്ങളുടെ ഭരണസമിതി അംഗങ്ങളെയും അതുപോലെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളെയും വിളിച്ചത്. അതുകൊണ്ടാണ് ഭരണസമിതി അംഗങ്ങളിൽ ഭൂരിഭാഗവും ഇവിടെ ഹാജരായത്. എന്തായാലും ഈ ഒരു നല്ല ശുഭമുഹൂർത്തത്തിൽ, നല്ല ഒരു അന്തരീക്ഷത്തിൽ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ, നമ്മുടെ മന്നത്താചാര്യൻ വിഭാവനം ചെയ്ത ആ ഒരു കരയോഗ പ്രവർത്തനത്തിന്റെ ഒരു മൂർത്തിമത് ഭാഗമാണ് ഈ കൊടുവേലി കരയോഗം എന്ന് പറയുന്നതിൽ എനിക്ക് ആശങ്കയില്ല. എല്ലാവർക്കും ഇത്രയും ബുദ്ധിമുട്ടി, നിങ്ങൾക്കാണ് അറിയാമുള്ള ഈ ഒരു കരയോഗത്തിന്റെ കല്ലിട്ട നാൾ മുതൽ ഇന്നിപ്പോ ഈ ഉദ്ഘാടന സമയം വരെയുള്ള ആ ഒരു പ്രവർത്തനത്തിന്റെ കാലഘട്ടത്തിൽ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ, ഇതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രയത്നിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ എല്ലാം പേഴ്സണൽ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മളുടെ എല്ലാം സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും മനോഹരമായ കെട്ടിടം പണിതീർത്ത, ഇത്രയും മനോഹരമായ രീതിയിൽ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച ഈ കൊടുവേലിപ്പടി കരയോഗത്തിന്റെ ഓരോ അംഗത്തെയും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ജയ് NSS, ജയ് ജയ് മന്നത്താചാര്യൻ. അധ്യക്ഷൻ, കൊടുവേലിപ്പടി കരയോഗം പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ മണിച്ചേട്ടൻ, യോഗം ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ യൂണിയൻ പ്രസിഡന്റും NSS ഡയറക്ടർ ബോർഡ് അംഗവുമായിട്ടുള്ള അഡ്വക്കേറ്റ് കെ സി ശിവകുമാർ സാറ്, വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ ചേട്ടൻ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മറ്റ് മാന്യ വ്യക്തികളെ, യൂണിയൻ കമ്മിറ്റി അംഗങ്ങളെ, പ്രതിനിധി സഭാ അംഗങ്ങളെ, പ്രിയമുള്ള കരയോഗ വനിതാ സമാജ പ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ആചാര്യൻ ശ്രീ മന്നത്ത് പത്മനാഭനെ കുറിച്ചാണ്. അദ്ദേഹം നായർ സർവീസ് സൊസൈറ്റി രൂപീകരിക്കുകയും അതിന് മുന്നോട്ട് പ്രവർത്തിക്കാൻ വേണ്ടുന്ന ധനസമാഹരണം നടത്തിയിട്ടാണ് അദ്ദേഹം പോയത്. നമുക്കിന്ന് ധാരാളം സ്ഥാപനങ്ങളുണ്ട്, അതൊന്നും മടിയിൽ കാശ് വെച്ചുകൊണ്ട് നേടിയതല്ല. വളരെ അംഗങ്ങൾ കുറവുള്ള ഈ കൊടുവേലിപ്പടി NSS കരയോഗം സ്ഥലം വാങ്ങിച്ചിട്ടാണ് ഈ കെട്ടിടം പണിതത്. ഒന്നുമില്ലായിരുന്നു. 2012 ഈ കരയോഗം രൂപീകരിക്കാനായിട്ട് വരുമ്പോൾ 16-17 കുടുംബങ്ങൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മണിച്ചേട്ടനോട് ചോദിച്ചു, വളരെ സാമ്പത്തികമുള്ളൊരു കരയോഗത്തിൽ നിന്നാണ് ഇവർ വേർപെട്ട് വന്നത്, കൂവപ്പടി NSS കരയോഗത്തിൽ നിന്ന്. അപ്പോൾ എന്തായാലും ഒരു ലക്ഷ്യം ഇവർക്കുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അന്ന് പറഞ്ഞു, ഈ കരയോഗം രൂപീകരിച്ച ആ സമയത്ത് തന്നെ പറഞ്ഞു, ഞങ്ങൾ വസ്തു വാങ്ങിക്കും, കെട്ടിടം പണിയും എന്ന് പറഞ്ഞു. കുറച്ച് വർഷങ്ങളെടുത്തു എങ്കിൽ പോലും അത് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ രാധാകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞു സ്വപ്നം കാണുന്ന കാര്യം. ആ സ്വപ്നം കണ്ടു, അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചു, അതിൻ്റെ ഫലമാണ് ഇന്നിവിടെ ഉണ്ടായിരിക്കുന്നത്. വളരെ കുറച്ച് അംഗങ്ങളെ ഉള്ളുവെങ്കിലും ഒരു മനസ്സാണ് പ്രധാനം. ഇപ്പം നമ്മൾ പല കരയോഗങ്ങളിൽ ചെന്ന് പറയുമ്പോൾ പല സ്ഥലത്തും ചിലപ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കരയോഗങ്ങളിൽ ചെല്ലുമ്പോൾ ഭാരവാഹികളാകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരെയും പിടിച്ച് നമ്മളാക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് സമയമില്ല, എനിക്ക് അവിടെ ജോലിയുണ്ട്, ഇവിടെ ജോലിയുണ്ട്, സമയമില്ല എന്ന് പറയും. സമയം നമ്മുടെ മനസ്സാണ്. ആ മനസ്സിൽ നമ്മൾ സമയം കുറിച്ചിട്ടാൽ നമുക്ക് വേണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പ്രവർത്തനത്തിന് നമുക്ക് സമയമുണ്ടാവും. അതാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ കരയോഗത്തിലെ എല്ലാ അംഗങ്ങളും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ, നമ്മൾ ഒരേ മനസ്സോടെ നിന്നാൽ നമുക്ക് പല കാര്യങ്ങളും സാധിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്നിവിടെ നടന്നിരിക്കുന്നത്. അതിന് എല്ലാ വിഭാഗം ആൾക്കാരുടെയും സഹകരണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്നും NSS അങ്ങനെ തന്നെയാണ്. സാമുദായിക സംഘടനയാണെങ്കിൽ പോലും ഒരു സാമൂഹ്യ സംഘടന എന്നുള്ള രീതിയിലാണ് NSSന്റെ പ്രവർത്തനം ആചാര്യന്റെ കാലം മുതൽ നടന്നു വരുന്നത്. അതിന് ഇവിടെ എല്ലാവരും ഒരു ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും സഹകരിച്ചു. അതുകൊണ്ടാണ് നമുക്കിന്ന് സാധിച്ചത്. അതുപോലെ തന്നെ കൂവപ്പടി NSS കരയോഗത്തിന്റെ നിർലോഭമായ സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. ഇനിയും ഈ ഒരു ഐക്യവും സാഹോദര്യവും സഹകരണവും നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമ്മുടെ യൂണിയനിലെ
99 കരയോഗങ്ങളിലും വെച്ച് ഏറ്റവും നല്ല കരയോഗമായിട്ട് കൊടുവേലിപ്പടി NSS കരയോഗം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് NSS. സ്നേഹം നിറഞ്ഞ NSSന്റെ മുഴുവൻ താലൂക്ക് ഭാരവാഹികൾ, ഇത് നമ്മുടെ ഈ യൂണിറ്റിൻ്റെ, അതുപോലെ തന്നെ കൂപ്പടി, എനിക്ക് മിക്കവാറും ഈ ഇരിക്കുന്നതിൽ തന്നെ ഒരു പകുതിയിലധികം പേരെ എനിക്ക് മുഖപരിചയങ്ങളുണ്ട്. പിന്നെ ഇവിടെ മണിച്ചേട്ടൻ അതുപോലെ എപ്പോഴും ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. 35 വർഷം മുന്നേ ഈ കൂപ്പടിയിൽ സ്ഥലം വാങ്ങിച്ച് ഒരു ചെറിയ മില്ല് എൻ്റെ അപ്പൻ തുടങ്ങിയതാണ്. ചെറിയ മില്ലെന്ന് പറഞ്ഞാൽ ഒരു 10 ടൺ നെല്ല് ഡ്രയർ ഉണ്ട്. ഇത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മളെവിടെയെങ്കിലും ചെല്ലുമ്പോൾ കേരളത്തിൻ്റെ അരിയുടെ രാജാവ് വരുന്നു എന്നാണ് വെൽക്കം ഇതിൽ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടല്ല, അവരതങ്ങനെ യാദൃശ്യം. ഇപ്പോൾ മണിച്ചേട്ടത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞു. അപ്പോൾ കിട്ടുന്ന ലാഭമെല്ലാം നമ്മൾ ആരാണെങ്കിലും കിട്ടുന്ന ലാഭമെല്ലാം ബാങ്കിലേക്ക് നിക്ഷേപിക്കാതെ പാവപ്പെട്ട ആൾക്കാരെ കണ്ടെത്തി കുറച്ച് പ്രയാസവും ബുദ്ധിമുട്ടുകളും സഹിക്കുന്നവർ, അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. അതിനൊരു ഉദാഹരണമാണ്. ഞാൻ തന്നെ ഒരു തനി അരിക്കച്ചവടക്കാരനല്ല. നിങ്ങൾക്കത് അന്വേഷിച്ചാൽ അറിയാം. ഈ പേര് പങ്കിട്ട് പറഞ്ഞല്ല കേട്ടോ, ദൈവമാണ് ഇതൊക്കെ നയിക്കുന്നത്. ഞാൻ NSSനെ കുറിച്ചൊരു 2 വാക്ക് പറയാം. ഞാൻ 4 പത്രം 3/4 മണിക്കൂർ വായിക്കുന്ന ആളാണ്. പിന്നെ TV മസ്റ്റ് 9 to 10 വരെ TV ആണ്. ഇത് എൻ്റെ പ്രത്യേകതയാണ്. മിക്കവാറും നിങ്ങളും അങ്ങനെ ആയിരിക്കും. വാർത്തകളെല്ലാം ഞാൻ കേൾക്കും. അതുകൂടാതെ നമ്മുടെ വ്യവസായിയായി ബന്ധപ്പെട്ട എന്തെങ്കിലും മെച്ചമുള്ള പരിപാടി ഉണ്ടെങ്കിൽ ആദ്യം അത് നോക്കും. സബ്സിഡീസ് ഇതൊക്കെ എൻ്റെ അനിയനെ അറിയാവുന്നവർ വിളിക്കുന്നത് സബ്സിഡി ആൻഡു എന്നാണ്. സബ്സിഡി കിട്ടാതെ ഒന്നും ചെയ്യില്ല. കോടിക്കണക്കിന് രൂപ എൻ്റെ അനിയൻ ഞാനും നേതൃത്വം കൊടുത്തിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒക്കെ സബ്സിഡികൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പല ആൾക്കാരും ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് വഴി മാറിപ്പോയതാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാൻ കാരണം വെച്ചാൽ ഇന്ന് നമ്മുടെ ഗവൺമെൻറ് 1 കോടി രൂപ മുടക്കി ഒരു ഇൻഡസ്ട്രി തുടങ്ങിയാൽ 40 ലക്ഷം രൂപ സബ്സിഡി ഉണ്ടെന്നുള്ളത് പലർക്കും അറിയില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർക്കും അത് പറഞ്ഞ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. ഈ നാട്ടിൻ്റെ നാനാഭാഗത്തും ജോലിക്ക് പലരും ചെറുപ്പക്കാരൊക്കെ ഇവിടുന്ന് പോയി കഴിഞ്ഞു. ഒരു പള്ളി പ്രദർശനം വന്ന കുരിശെടുക്കാൻ ആളില്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. വല്ലമ്പള്ളിയിൽ MP-യായിട്ട് 75 കുരിശ് 100 കുരിശ് കൊണ്ടിരുന്നായിരുന്നു. അത് 50 മതി എന്ന് പറഞ്ഞു കമ്മിറ്റിയിൽ. ഞാനുണ്ട് കഴിഞ്ഞത്. കാരണം 40 കുരിശ് എടുക്കാൻ ആളില്ല. പിന്നെ എന്തിനാ? പിന്നെ ഹിന്ദിക്കാരെ കുരിശ് പിടിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് ചിലത് ചെയ്യേണ്ട. ഹിന്ദിക്കാർക്ക് 1500 കുരിശ് പ്രദർശനം. കുരിശ് പിടിച്ചാൽ ഭയങ്കര കനമുള്ളതാണ്. ആളുകളില്ല, ചെറുപ്പക്കാരൊക്കെ പോയി. പക്ഷേ ഞാനിപ്പോൾ ഈ പറഞ്ഞ നിങ്ങളോട് പറഞ്ഞു വെച്ചാൽ മക്കളെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ 40 ലക്ഷം രൂപ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന കാര്യമാണ്. ഞങ്ങളത് വാങ്ങിച്ചിട്ട് കിട്ടുള്ളാൻ. ഈ പറയാം 1000 വിഷൻ ഈ ഗവൺമെൻറ് 2 യൂണിറ്റിന് അതായത് 6 കോടി രൂപ മുടക്കി ഒരു ഫുഡ് ഇൻഡസ്ട്രി തുടക്കി. ഫുഡ് നല്ല ഏതായാലും 6 കോടി മുടക്കിയാൽ 2 കോടി സബ്സിഡി കിട്ടും. 2 യൂണിറ്റ് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് അവൽ, ഒന്ന് പുട്ടുപൊടി. ഞാനിതൊക്കെ വിഷയം മാറിയത് വേറെ ഒന്നും വിചാരിക്കേണ്ട. പലരും ഇതിനെക്കുറിച്ച് പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. ഇത് കൂടാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒത്തിരി സ്കീമുകളുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച പാസ്സായി. ഡൽഹിയിൽ പോയി ബി ജെ പിയായി ബന്ധപ്പെട്ട ആണല്ലോ കേന്ദ്രം ഭരിക്കുന്നത്. അപ്പോൾ അവിടെ ഒന്ന് എല്ലാവരും നമ്മൾ പല പ്രാവശ്യമായിട്ട് പോയി 3 കൊല്ലം ഇങ്ങനെ പരിശ്രമം നടത്തിയപ്പോൾ ദൈവാന്റേക്കാണെങ്കിൽ ഒരു സ്വകാര്യ വ്യവസായ പാർക്ക് 100 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റിൽ ഒരു സ്വകാര്യ വ്യവസായ പാർക്ക് കേരളത്തിൽ ആകെ 2 പേർക്ക് കിട്ടിയിട്ടുള്ളൂ. ഒന്ന് സിന്തേറ്റിനും ഒന്ന് വയനാടിനും. 3ാമത് കിട്ടാൻ പോകുന്നത് പവിഴത്തിനാണ്. അത് വളരെ സന്തോഷത്തോടെ അറിയിക്കാമാണ്. 3ാമത് കിട്ടും എന്ന് തന്നെയാണ്. അത് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ ഒരു പ്രാർത്ഥന ഞാൻ ഇവിടെ അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 15 കോടി രൂപ മുടക്കിയാൽ ഒരു ഇൻഡസ്ട്രി തുടങ്ങുന്നുണ്ട്. 5 കോടി ഇപ്പോൾ അതിൻ്റെ ലെറ്റർ വന്നു, പണികൾ ആരംഭിക്കാമെന്നാണ്. സബ്സിഡി കിട്ടാതെ ഞങ്ങൾ ഒന്നും ചെയ്യാറില്ല. ഒരു 5 കോടി രൂപ 10 കോടി രൂപ ഇതേവരെ സബ്സിഡി കേരളത്തിന് വാങ്ങിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ, അല്ലെങ്കിൽ ചേട്ടൻ, അനിയൻ, നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ സമീപിച്ചോളൂ. ഞാൻ എൻ്റെ അറിവുകൾ പറഞ്ഞുതരാം. എന്നേക്കായും ആ കാര്യത്തിൽ അറിവുള്ള അനിയനാണ് കേട്ടോ. അനിയൻ അത് മേടിച്ചെടുക്കാം. അതന്നെ പുള്ളിയുടെ പേര് തന്നെ പലർക്കും സബ്സിഡി ആൻഡു എന്ന് പറയുന്നത്. ഉദ്യോഗസ്ഥൻ അങ്ങനെയാണ് പറയണ, അറിയുകയും ചെയ്തത്. തവിട് ആൻഡു എന്നുള്ളതിൽ ഏറെ ഇത് ഇപ്പോൾ ഇവിടെ വെച്ച് പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. NSS എന്നുള്ള സംഘടന ഈ പ്രത്യേകിച്ച് കേരളത്തിൽ
വളരെ ഉത്തമമായ ഒരു മാതൃക. കാരണം ഞാൻ പലപ്പോഴും ചങ്ങനാശ്ശേരി കൂടി പോകുമ്പോൾ അഭിമാനത്തോടെ NSSന്റെ ആസ്ഥാന മന്ദിരം, എനിക്ക് തോന്നുന്ന ചങ്ങനാശ്ശേരി ടൗണിൻ്റെ ഒരു വശം മുഴുവൻ NSSൻ്റെയാണ്. ദൈവമാണ് അതിൽ എന്താ പറയുക. പിന്നെ ഇതിന് ഇപ്പോൾ ഒരു കുറച്ച് കാലങ്ങളായിട്ട് തന്നെ സുകുമാരൻ നായർ സാറ് അഡ്വക്കേറ്റ് സാറിൻ്റെ ആ നേതൃത്വം വളരെ കറക്റ്റാണ്. നല്ല അച്ചടക്കം. ഏതൊരു കാര്യവും പഠിച്ചതിന് ശേഷമാണ് ചെയ്യുള്ളൂ. പല സംഘടനകളും പഠിക്കുന്നേക്ക് അത് ഇത് മറ്റു വളരെ കൃത്യമായ പ്ലാനിങ് ആണ് അദ്ദേഹത്തിന്. ഞാൻ മിക്കതും ഈ പത്രവും TV യും ഒക്കെ കാണുന്നതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. പല ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ്. ആവശ്യമില്ലാതെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇനി ഏത് രാഷ്ട്രീയ കാര്യമായാലും സംസാരിക്കാൻ വരെ തയ്യാറാവില്ല. അതാണ് അതിൻ്റെ ശരി. എല്ലാവരും വന്ന് കയറും, അതിനൊന്നും ചെവി കൊടുക്കില്ല. അതാണ് അതിൻ്റെ ഒരു ഏറ്റവും നല്ല ലീഡറുടെ ഒരു പ്രത്യേകത. ഞാൻ പലപ്പോഴും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. 12 വർഷമായിട്ട് ലീഡർഷിപ്പിൽ ഇപ്പോഴും നിൽക്കുന്നത് അതുകൊണ്ടാണ്. എല്ലാവരും ഐക്യം കണ്ടേനെ. ഒരാളുടെ പേര് വരെ പറയാനില്ല. അതാ സേവന അത്ര മഹനീയമാണ്. ആ ചങ്ങനാശ്ശേരിയിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ കിലോമീറ്ററോളം നീളത്തിൽ വളരെ അഭിമാനമാണത്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ, അത് NSSൻ്റെ തന്നെയല്ല, കേരളത്തിൻ്റെ ഒരു അഭിമാനമായ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ആസ്ഥാന മന്ദിരം. ഞാൻ പലപ്പോഴും അത് നോക്കി നിന്നൊന്ന് ആസ്വദിച്ചിട്ടുണ്ട്. അകത്തേക്ക് കയറാൻ പറ്റിയില്ല. നെല്ലെടുക്കാൻ പോകുമ്പോൾ ഞാൻ ആ വഴി പോകും. ഇടയ്ക്ക് വരെ ആയി കഴിയുമ്പോൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ നമുക്കൊരു കാര്യം NSS എന്നുള്ളതാണ്. ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേര് തന്നെ NSSൻ്റെ ആസ്ഥാന മന്ദിരം. അവിടെ നിന്നുള്ള ആ ലീഡർഷിപ്പ് സുകുമാരൻ നായർ സാറിൻ്റെ അതാണ് നിങ്ങൾക്കൊക്കെ കിട്ടിയാൽ പറയുന്നത്. അല്ലെങ്കിൽ 15-16 വീട് ഉള്ള സ്ഥലത്ത് ഇത്രയും ഇങ്ങനെ അത് ആ ലീഡർഷിപ്പിൻ്റെ പ്രത്യേകതയാണത്. ഞാൻ കൂടുതൽ പറയുന്നില്ല, ചൂട് ഇത്തിരി കൂടുതലുണ്ടാവും. ജോർജാക്ക് വിളിച്ച അത്തായില്ല, ഇനി വിളിക്കാതിരിക്കും. അതുകൊണ്ട് ഞാൻ നിർത്താണ്. എല്ലാവർക്കും എൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാർത്ത നിർത്തുന്നു. കരയോഗത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ മണിച്ചേട്ടൻ, ഇന്നത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഡയറക്ടർ ബോർഡ് മെമ്പറും നമ്മുടെ താലൂക്ക് യൂണിയൻ്റെ പ്രസിഡന്റുമായ ശ്രീ അഡ്വക്കേറ്റ് ശ്രീ ശിവകുമാർ സാർ, നമ്മുടെ താലൂക്ക് യൂണിയൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണൻ ചേട്ടൻ, താലൂക്ക് യൂണിയൻ സെക്രട്ടറി, മറ്റ് താലൂക്കിലെ ഭരണ സംവിധാനത്തിലുള്ള എല്ലാവരും, പിന്നെ ഇന്ന് ഈ കരയോഗത്തിൻ്റെ സ്വാഗതം ആശംസിച്ച സെക്രട്ടറി സന്ദീപ്, എൻ്റെ സന്നിഹിത വാർഡ് മെമ്പർ, നമ്മുടെ പവിഴത്തിൻ്റെ ഡയറക്ടർ ശ്രീ ജോർജ് ചേട്ടൻ, മറ്റിവിടെ സന്നിഹിതരായിട്ടുള്ള ഈ കരയോഗത്തിൻ്റെ മറ്റ് ഭാരവാഹികൾ, അതുപോലെയുള്ള ഇതിൻ്റെ അംഗങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഏറ്റവും ഒരു സന്തോഷകരമായ ഒരു സുദിനത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മണിച്ചേട്ടൻ്റെ എല്ലാവരോടുള്ള ക്ഷണം അത് നിരസിക്കാൻ പറ്റാതെ തന്നെയാണ് എല്ലാവരും തന്നെ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ മണിച്ചേട്ടൻ്റെ കുറേ വർഷത്തെ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ 18 ഫാമിലി മാത്രമുള്ള ഈ കരയോഗത്തിൽ ഇത്രയും പെട്ടെന്ന് ഒരു സംവിധാനം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യജനകം തന്നെയാണ്, വളരെ സന്തോഷകരമാണ്. അപ്പം അതിൽ വളരെയധികം പ്രശംസ അർഹിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ. എല്ലാവരുടെയും കൂട്ടായ്മയുടെ ഒരു ഫലം. അഭിവന്ദനം അഭിവന്ദനം ആചാര്യസ്മരണയ്ക്കടിയങ്ങടെ അഭിവന്ദന നറുപുഷ്പദലങ്ങൾ. അഭിവന്ദനം അഭിവന്ദനം ആചാര്യസ്മരണയ്ക്കടിയങ്ങടെ അഭിവന്ദന നറുപുഷ്പദലങ്ങൾ.